ദേവുട്ടാ ബാ വീട്ടിൽ നമ്മുടെ ഇവിടുന്ന് ബസ്സുണ്ടേ. അപ്പോൾ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഓടുന്നു. ബാ ഒന്ന് അനങ്ങി നടന്നോടൂ. തേച്ചിനെടുക്കട്ടെ. ചേട്ടാ ഒന്ന് വേഗം നടക്കുവാ. ടണ്ടണ്ടായി ഒന്ന് ചിരിക്കപ്പ നിങ്ങള്. എന്നാ പിന്നെ നമുക്ക് പോവാ. നമ്മളെവിടെയാ പോന്ന്? തേജു എവിടെയാ പോന്ന്? തേജു ഒന്നും മിണ്ടൂല ഗൈസ്. തേജിന് ഭയങ്കര മടിയാ. എന്നാ വാ ഏട്ടാ, നമ്മളെ ബസ് സ്റ്റോപ്പ്. ഇവിടെ തന്നെ ബസ് വരും. ഇതാ അങ്ങ് കാണുന്നതാണ് വീട്. വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ കണ്ണൂർ ഇറങ്ങിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങുന്നുണ്ടേ വീട്ടിലേക്ക്. മക്കൾക്ക് അധികം മാട്ടൂലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകാനാണ് കേട്ടോ ഇഷ്ടം. കാറിനേക്കാട്ടി കൂടുതൽ അവർക്ക് ഇഷ്ടം ബസ്സിലാണ്. അപ്പം അങ്ങനെ നമ്മൾ ബസ് കയറിയ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയില്ല, നടക്കുന്നതാണ് കേട്ടോ. നല്ല ഇരുടായിട്ടുണ്ട്. സമയം എത്ര ഇടായത് തേജു? 7:30 ആയിട്ടുണ്ട്. ഇതാ നടന്ന് പോന്നോ. ഏട്ടന് ഡ്യൂട്ടി ആയോണ്ടോ? ഏട്ടന് ഡ്യൂട്ടി ആയോണ്ടോ? അല്ലെങ്കിൽ നമ്മള് വണ്ടിയിലാ വരുക. പക്ഷെ ബസ്സിൽ വരാൻ നല്ല രസമല്ല കൂട്ടാ. രണ്ടാക്കും ബസ്സിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും കുറച്ച് വരുമ്പോൾ ഭയങ്കര തിരക്കായിപ്പോ അല്ലേ ബസ്സിൽ. നല്ല അടിപൊളിയിൽ പെട്ടി സീറ്റിൽ ഇരുന്ന് വരാണ് ഇവർക്ക്. ഇതാ വീടെത്താനായി. നമ്മള് വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലെത്തി. അമ്മ നമ്മൾ വന്ന് ചായ കുടിച്ചോ? എന്നാന്ന് തിന്ന ഇപ്പൊ? വട ഉള്ളിവട. ഓ വീട്ടിൽ വന്നപ്പാടന്നെ എല്ലാവരോടുമായിട്ടും കുറച്ച് സമയം വർത്താനം പറഞ്ഞു കേട്ടോ. വയസ്സായതല്ലേ, അവർ വീട്ടിൽ പോയി കഴിഞ്ഞപ്പാട് പിന്നെ വിളിക്കലും പറയലും അവരെ വിഷമങ്ങൾ പറയലും വേദനകൾ പറയലും അങ്ങനെയല്ലാന്ന് കേട്ടോ. ഇത് കുറേ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. എൻ്റെ പിന്നെ ഗാലറിയിൽ ഉണ്ടായതാണ്. അപ്പം ഞാൻ പിന്നെ അതോടെ പോസ്റ്റ് ചെയ്യുന്നു. ഈ അച്ചാച്ചന് ഇപ്പം ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, ഫുൾ കിടപ്പിലാണ് ഉള്ളത്, വീണിട്ടുണ്ടായിനെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൈഡായിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ പിന്നെ രാത്രി വീട്ടിലെത്തിയിട്ട് പിന്നെ അമ്മ കറിയൊന്നും മര്യാദക്ക് ഉണ്ടായിട്ടില്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞ് പിള്ളേരെയും കൂട്ടിയിട്ട് ആമീസിൽ പോടുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ആമീസിലേക്ക് വന്നിട്ടുണ്ടേ. അവിടെ ഉള്ളിലേക്ക് വരുന്നില്ല. അവിടെ കഴിക്കും. അങ്ങനെ നമ്മൾ ആമീസിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹമുണ്ട്. ഈ ഹോട്ടലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാനും തേജും ഓരോ അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് ദേവൂട്ടനൊരു പിന്നെ ഷവർമയാണ് ഓർഡർ ചെയ്തത്. വീട്ടിൽ വന്നിട്ട് ഇതാ ഡ്രസ്സെല്ലാം മാറിയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നതാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള വീഡിയോ ആണ്. എണീച്ചപ്പാടിതാ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്കായിട്ട് വന്നതാണ് കേട്ടോ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി നമ്മൾ വേഗം ആമീസിലെല്ലാം പോയതുകൊണ്ട് ലേറ്റ് ആയിന് വരുമ്പം പിന്നെ അമ്മേനോട് വർത്താനം പറയാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. പിന്നെ ഇത് അടുക്കളയിൽ വന്നിട്ട് പിന്നെ എല്ലാവരോടും വർത്താനം പറയും. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഏച്ചിയാണ് കേട്ടോ, ലളിതേച്ചി. അങ്ങനെ ലളിതേച്ചിയും അമ്മയും ഞാനും നമ്മളെ വാസുദേവിയും എല്ലാവരുമായിട്ട് കുറേ സമയം നാട്ടു വർത്താനെല്ലാം പറഞ്ഞിരുന്നേ.
കറി വെക്കാനുള്ള താലോലിക്കെല്ലാം അമ്മ എടുത്തിട്ട് ഇതാ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ദേവൂട്ടനെല്ലാം എണീച്ച് വന്നിട്ട് ബ്രഷെല്ലാം വാങ്ങിയിട്ട് പോകുന്നതാണേ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ദേവൂട്ടൻ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെറിയൊരു മടിച്ചിയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ കളിക്കുന്നതാണ് ഫോണിനെ കൊണ്ട്. ഞാനും അതാ കുറച്ച് സമയം ഫോൺ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ വന്നിട്ട് കിടന്നതാണേ. പിന്നെ ഇത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലാണ്. നല്ല വെള്ളരിക്ക പുളിങ്കറി, മത്തിക്കറിയുണ്ട്, മത്തി ഫ്രൈ ഉണ്ട്, പിന്നെ വറവും ഉണ്ടായിനെ. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും പിള്ളേരും കൂടിയിട്ട് ഇതാ പഴയങ്ങാടി ടൗണിൽ കുറച്ച് സാധനമെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.